ഫിലിം, ടെലിവിഷൻ അതുപോലെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഏറ്റവും റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ളതുമായ ഒരു കാര്യമാണ് ലട്സ് അല്ലെങ്കിൽ ലുക്കപ്പ് ടേബിൾ. കളർ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസിൽ ഒരെണ്ണമാണ് ലട്സ്. അതേപോലെ തന്നെ ലട്സിനെ കുറിച്ചുള്ള നോളജ്. 2 തരത്തിലുള്ള ലട്സ് ആണ് ഉള്ളത്. 1 ടെക്നിക്കൽ ലട്സ്, 2 ക്രിയേറ്റീവ് ലട്സ്. ടെക്നിക്കൽ ലട്സ് ഒരു ലോഗ് കളർ സ്പേസിൽ നിന്ന് സോണി ലോഗ്, ക്യാനൻ ലോഗ്, പാനസോണിക് ലോഗ്, ആരി ലോഗ് പോലുള്ള ലോഗ് കളർ സ്പേസുകളിൽ നിന്നും REC 709, DCI P3 പോലുള്ള ഡിസ്പ്ലേ കളർ സ്പേസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ടെക്നിക്കൽ ലട്സ്. ഏറ്റവും കോമൺ ആയി കാണുന്ന ലട്സ് ഇത്തരം ടെക്നിക്കൽ ലട്സ് ആണ്. ക്രിയേറ്റീവ് ലട്സ് കളർ ഗ്രേഡ് ചെയ്യുന്ന പ്രോജക്റ്റിന് ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റോക്കിൻ്റെ ലുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ അതും അല്ലെങ്കിൽ എക്സ്ട്രീം ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ലട്സ് ആണ് ക്രിയേറ്റീവ് ലട്സ്. കളർ ഗ്രേഡിംഗ് വർക്ക് ഫ്ലോയിൽ ലട്സിനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പീഡ് ആൻഡ് കൺസിസ്റ്റൻസി. ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലുക്ക് ഫൂട്ടേജിലേക്ക് അപ്ലൈ ചെയ്യാൻ ലട്സ് ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് സാധിക്കും. ഇത് ഒരു ഷോട്ടിലോ ഒരു സീനിലോ മാത്രമല്ല, ഒരു എൻറ്റയർ പ്രോജക്റ്റിലെ എല്ലാ ഷോട്ടുകൾക്കും വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ലുക്ക് അപ്ലൈ ചെയ്യാം. അതിനാൽ ഫാസ്റ്റർ ആയിട്ടുള്ള വർക്ക് ഫ്ലോയ്ക്ക് ലട്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. 2 സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഫോർ ഗ്രേഡിംഗ്. ഒരു ഫൂട്ടേജിൽ ലട്ട് അപ്ലൈ ചെയ്യുന്നതിലൂടെ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഒരു പ്രൈമറി കളർ കറക്ഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ലട്ട് അപ്ലൈ ചെയ്യുന്നതിലൂടെ ലഭിക്കും. ആ ഫൂട്ടേജിന് വേണ്ട ഫൈൻ ട്യൂണിങ് പിന്നീട് ചെയ്യാവുന്നതാണ്. ലട്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ലട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫൂട്ടേജിന് ഫിക്സഡ് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും എൻറ്റയർ പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാകും. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസിലോ അതേപോലെ ഡിഫറെൻറ്റ് ടൈമിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫൂട്ടേജിലോ ഒരു ലട്ട് ഒരേപോലുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ സീനിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നതിനോ കറക്റ്റ് ചെയ്യുന്നതിനോ ലട്സിന് സാധിക്കില്ല. പലപ്പോഴും ലട്സ് ഫൂട്ടേജുകളിൽ പലതരത്തിലുള്ള ആർട്ടിഫാക്റ്റ്, അതായത് ഹൈലൈറ്റ്സിലും ഷാഡോസിലുമുള്ള ക്ലിപ്പിംഗ്, ബാൻഡിങ് പോലുള്ള ആർട്ടിഫാക്ട്സ് ഉണ്ടാക്കാറുണ്ട്. ലട്സിനെ ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള കളർ റിസൾട്ട്സ് കിട്ടാതിരിക്കുന്നതിനുള്ള സാധ്യതകളും കൂടുതലാണ്. അതേപോലെ തന്നെ ലെസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ലട്സ് പലപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത്. ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നതിന് ലട്സിന് സാധിക്കില്ല. വൈറ്റ് ബാലൻസ് പ്രോബ്ലം, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ഇഷ്യൂസ്, അതേപോലെ തന്നെ കളർ കാസ്റ്റ്, ഇതുപോലുള്ള ഇഷ്യൂസ് എല്ലാ പ്രോജക്റ്റുകളിലും വളരെ റെഗുലറായിട്ട് വരുന്നതാണ്. ഇതൊന്നും ഒരിക്കലും അഡ്രസ്സ് ചെയ്യുന്നതിന് ലട്സിന് സാധിക്കില്ല. ഇവിടെയെല്ലാം മാനുവലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ മാത്രമേ ഈ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കളറിസ്റ്റിനെ സംബന്ധിച്ച് പ്രൈമറി കളർ കറക്ഷനും സെക്കൻഡറി കളർ കറക്ഷനും ക്രിയേറ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റുകളും അതേപോലെ ഷോട്ട് മാച്ചിങ്ങും എല്ലാം ചെയ്യുമ്പോൾ മാത്രമേ കളർ ഗ്രേഡിംഗ് വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ എല്ലാ ഫേസുകളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന പല ടൂൾസിൽ ഒരു ടൂൾ മാത്രമാണ് ലട്സ്. കളർ ഗ്രേഡിംഗ് വർക്ക് ഫ്ലോയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ അഡ്രസ്സ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലട്ടും ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല. ലട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ഒരാൾക്ക് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു കളറിസ്റ്റായി ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു പ്രൊഫഷണൽ കളറിസ്റ്റിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ടെക്നിക്കൽ സ്കില്ലും ആർട്ടിസ്റ്റിക് വിഷനും അതേപോലെ തന്നെ കളർ ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട ധാരാളം ടൂൾസ് സമയാസമയത്ത് ഉപയോഗിക്കുന്നതിനുള്ള കഴിവും തിരിച്ചറിവും വ്യക്തമായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. കളർ ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഷോട്ടിലോ സീനിലോ അല്ലെങ്കിൽ എൻറ്റയർ പ്രോജക്റ്റിനോ കഥാപരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഒരു കളറിസ്റ്റിൻ്റെ യഥാർത്ഥ ടാലൻറ്റ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത്. കളർ ഗ്രേഡിങ്ങിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ലട്ട് എങ്കിലും ഒരിക്കലും ഒരു കളറിസ്റ്റിൻ്റെ ആർട്ടിസ്റ്റിക് സ്കില്ലിനെയോ എക്സ്പീരിയൻസിനെയോ നോളജിനെയോ റീപ്ലേസ് ചെയ്യാൻ ഒരു ലട്ടിനും സാധിക്കുകയില്ല. ഒരു പ്രൊഫഷണൽ കളറിസ്റ്റ് ആകണമെങ്കിൽ ലട്സിനെക്കുറിച്ചുള്ള നോളജിനൊപ്പം കളർ സയൻസിനെക്കുറിച്ചും കളർ തിയറിയെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവും ധാരണയും ഉണ്ടായിരിക്കണം.